ഹലോ കുട്ടികളെ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. സ്നോ വൈറ്റും 7 കുള്ളന്മാരും. അങ്ങ് ദൂരെ ഒരു നാട്ടിൽ ഒരു രാജ്ഞിയും ഒരു രാജാവും താമസിച്ചിരുന്നു. ഒത്തിരി നാളുകളായിട്ട് രാജ്ഞിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. അതിനാൽ അവർ വളരെ ദുഃഖിതയായിരുന്നു. അവരെപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് നല്ലൊരു സുന്ദരി കുട്ടിയെ തരണേന്ന്. വളരെയേറെ മഞ്ഞു പെയ്യുന്ന ഒരു ദിവസം അവർ ജനലിൻ്റെ അരികിലിരുന്ന് ഒരു നല്ല ഭംഗിയുള്ള ഉടുപ്പ് തുന്നുന്ന സമയം അവരുടെ കയ്യിൽ അറിയാതെ സൂചി കുത്തി 3 തുള്ളി രക്തം മഞ്ഞിലേക്ക് വീണു. അതവർക്ക് 3 മുഖങ്ങളായിട്ടാണ് തോന്നിയത്. അവർ ഉടനെ തന്നെ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല സുന്ദരി കുഞ്ഞിനെ കിട്ടണേ, മഞ്ഞുപോലെ വെളുത്ത നിറവും രക്തം പോലെ ചുവന്ന ചുണ്ടുകളും കറുത്ത തലമുടിയുമുള്ള ഒരു സുന്ദരി കുഞ്ഞ്. പ്രാർത്ഥിച്ചതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജ്ഞി ഗർഭിണിയായി. അവർ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മഞ്ഞുപോലെ വെളുത്തിരുന്ന ആ കുഞ്ഞിന് എന്തായിരിക്കും പേരിട്ടിരിക്കുക? സ്നോ വൈറ്റ് എന്ന് പേരിട്ടു. ഈ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്ത് അവർക്കൊരസുഖം പിടിപെട്ടു. എത്ര ശുശ്രൂഷിച്ചിട്ടും അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നമ്മുടെ സ്നോ വൈറ്റിന് 2 വയസ്സുള്ളപ്പോൾ ആ രാജ്ഞി മരിച്ചു. പിന്നീട് അങ്ങോട്ട് സ്നോ വൈറ്റിന് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ താമസിക്കുന്ന സമയത്താണ് ഒരു രാജ്ഞിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അവരെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു, പക്ഷേ ഒരു മഹാക്രൂരയായിരുന്നു. രാജ്ഞിക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. അവർ ദിവസവും സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ട് രാവിലെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിക്കും, കണ്ണാടി പറയൂ, ലോകത്തേറ്റവും സുന്ദരി ആരാണ്? കണ്ണാടി മറുപടി പറയും, രാജ്ഞി, നീയാണ് എല്ലാവരിലും സുന്ദരി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. സ്നോ വൈറ്റ് ഒരു സുന്ദരിയായ യുവതിയായി വളർന്നു. അവളുടെ സൗന്ദര്യം എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്നു. പതിവ് പോലെ ഒരു ദിവസം രാവിലെ രാജ്ഞി കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്ന് തൻ്റെ കണ്ണാടിയോട് ചോദിച്ചു, പറയൂ കണ്ണാടി, ആരാണ് സുന്ദരി? അപ്പോൾ കണ്ണാടി എന്ത് മറുപടി പറഞ്ഞെന്നോ? രാജ്ഞി, നീ സുന്ദരിയാണ്, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ സ്നോ വൈറ്റ് നിങ്ങളെക്കാൾ സുന്ദരിയാണ്. രാജ്ഞിയുടെ ഹൃദയം ദേഷ്യത്താൽ നിറഞ്ഞു. അവർ എന്തു ചെയ്തു? ഉടനെ തന്നെ വേണ്ടപ്പെട്ട ഒരു സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന ആളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്നോ വൈറ്റിനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ. കൊന്നതിന് ശേഷം സ്നോ വൈറ്റിൻ്റെ ഹൃദയം കൊണ്ടുവന്ന് തൻ്റെ കയ്യിൽ തരണമെന്നും ഈ ദുഷ്ടയായ രാജ്ഞി പറഞ്ഞു. പക്ഷെ അയാൾക്ക് അനുസരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അവൻ ആ പെൺകുട്ടിയുമായി കാട്ടിലേക്ക് പോയി. പക്ഷെ കൊല്ലേണ്ട സമയം വന്നപ്പം ഈ സ്നോ വൈറ്റിനെ ആദ്യം മുതൽ കാണുന്ന ആളായതുകൊണ്ട് അവളെ കൊല്ലാൻ അയാൾക്ക് തോന്നിയില്ല. അയാൾ സ്നോ വൈറ്റിനോട് പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടു കുഞ്ഞെ, ഈ കോട്ടയിലേക്ക് നീ ഒരിക്കലും മടങ്ങി വരരുത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയോ? സ്നോ വൈറ്റിൻ്റെ ഹൃദയം എന്നും പറഞ്ഞ് ഒരു കാട്ടുപന്നിയുടെ ഹൃദയം കൊണ്ടുവന്ന് രാജ്ഞിയുടെ കൈ കൊടുത്തു. രാജ്ഞി വിചാരിച്ചു, സ്നോ വൈറ്റ് മരിച്ചുപോയി എന്ന് വിചാരിച്ച് വളരെയേറെ സന്തോഷിച്ചു. സ്നോ വൈറ്റ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകാൻ മാർഗമില്ലാതെ വന്നപ്പോൾ കാറ്റിൽ ഒറ്റയ്ക്കായി തീർന്നു. അവൾ ആ കൊടുങ്കാട്ടിൽ കുറേ ദൂരം നടന്നു. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു ചെറിയ വീട് കണ്ടെത്തി. എന്താ ആ വീടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ചെറിയ കസേരകളും ചെറിയ കട്ടിലുകളും ചെറിയ പാത്രങ്ങളും എന്ന് വേണ്ട അവിടുത്തെ എല്ലാ സാധനങ്ങളും ചെറുതായിരുന്നു. അതേ, 7 കുള്ളന്മാർ താമസിച്ചിരുന്ന വീടാ. ഈ കുള്ളന്മാരെന്ന് പറഞ്ഞാൽ എന്തുവാ? നീളം കുറഞ്ഞ ആളുകൾ. പക്ഷെ അത് മാത്രമല്ല, വീടാകെപ്പാടെ വൃത്തികേടായിരുന്നു. അവൾ എന്ത് ചെയ്തെന്നോ, ആ വീടെല്ലാം വൃത്തിയാക്കി. എന്നിട്ട് ഈ രാവിലത്തെ യാത്രയും ഉച്ചക്കലത്തെ വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങ് ക്ഷീണമായി. അവൾ എന്ത് ചെയ്തു? ആ കുള്ളന്മാരുടെ കട്ടിലുകളെല്ലാം ഒരുമിച്ചാക്കിയിട്ട് അതിൽ കയറി കിടന്ന് ഉറക്കമായി. കുള്ളന്മാർ തിരിച്ചു വന്നപ്പോൾ കണ്ടത് തങ്ങളുടെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന സുന്ദരി പെങ്കൊച്ചിനെയാ. അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ താമസിച്ചോ. അപ്പം രാജകുമാരിക്ക് സന്തോഷമായി. അങ്ങനെ സ്നോ വൈറ്റ് വളരെ സന്തോഷത്തോടുകൂടി അവിടെ കഴിയുന്ന സമയത്താണ് നമ്മുടെ ക്രൂരയായ രാജ്ഞി വീണ്ടും കണ്ണാടിയെ നോക്കിയത്. അവർ ആ കണ്ണാടിയോട് എന്ത് ചോദ്യം ചോദിച്ചു കാണും? ലോകത്തെ ഏറ്റവും സുന്ദരി ആരാണ്?
കണ്ണാടി എന്ത് മറുപടി നൽകിയെന്നോ? നിങ്ങൾ സുന്ദരിയാണ് രാജ്ഞി, പക്ഷേ വളരെ ദൂരെ കാട്ടിനുള്ളിൽ നമ്മുടെ കുള്ളന്മാരോടൊപ്പം താമസിക്കുന്ന സ്നോ വൈറ്റ് ആണ് ഏറ്റവും സുന്ദരി. രാജ്ഞിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവർക്ക് ദേഷ്യം വന്നു. അവർ വിചാരിച്ചു എങ്ങനെയെങ്കിലും സ്നോ വൈറ്റിനെ കൊല്ലണമെന്ന്. അങ്ങനെ മാജിക്ക് കാണിക്കാൻ അറിയാവുന്നത് കൊണ്ട് അവരൊരു വൃദ്ധയായ സ്ത്രീയുടെ വേഷത്തിൽ ഒരു കയ്യിൽ ആപ്പിളുമായി സ്നോ വൈറ്റ് താമസിച്ചിരുന്ന കുടിൽ തപ്പിയെടുത്തു. എന്നിട്ട് ആ കുടിലിൻ്റെ വാതുക്ക വന്നിട്ട് വിളിച്ചു. അപ്പം ഈ സ്നോ വൈറ്റിനോട് നേരത്തെ തന്നെ കുള്ളന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്ന് വിളിക്കാതെ നീ വാതിൽ തുറക്കരുതെന്ന്. പക്ഷേ ഈ വൃദ്ധയായ സ്ത്രീയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ രാജ്ഞി എങ്ങനെയാ വിളിച്ചേ? വളരെ ദയനീയമായിട്ട്, മളെ എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? ഞാൻ ഒത്തിരി ദൂരെ നിന്ന് വരികയാ, എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട്. ആദ്യം സ്നോ വൈറ്റ് വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. സ്നോ വൈറ്റ് പറഞ്ഞു, അമ്മുമ്മ എനിക്ക് വാതിൽ തുറക്കാൻ പറ്റത്തില്ല, എന്നെ വാതിൽ തുറക്കരുതെന്നാ എന്നോട് കുള്ളന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെയും രാജ്ഞി അമ്മുമ്മയുടെ രീതിയിൽ തന്നെ സംസാരിച്ചു. മോളെ, ഞാനിപ്പോൾ ഇവിടെ വീഴും, നീ എനിക്ക് ഇത്തിരി വെള്ളം താ. സ്നോ വൈറ്റ് വാതിൽ തുറന്നു. അപ്പോഴാണ് അമ്മുമ്മയുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ അവൾ കണ്ടത്. അവൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. വൃദ്ധ, നീ ഇതെടുത്തോ, എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. അപ്പം തന്നെ സ്നോ വൈറ്റ് ആ ആപ്പിള് തിന്നു. ഇപ്പം എന്തു പറ്റി? അവൾ മരിച്ചു വീണു. ഉടനെ തന്നെ ആ ദുഷ്ടയായ രാജ്ഞി അവിടെ നിന്ന് സ്ഥലം വിട്ടു. കുറെ കഴിഞ്ഞ് കുള്ളന്മാർ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന ആരെയാണ്? നമ്മുടെ സ്നോ വൈറ്റിന്. കുള്ളന്മാർക്ക് സങ്കടമായി. എന്തായാലും നമ്മുടെ സ്നോ വൈറ്റ് നമ്മളെ ഇട്ടിട്ട് പോയി. അവർ ഓരോരുത്തരും കരയാൻ തുടങ്ങി. പക്ഷെ അവരൊരു തീരുമാനത്തിലെത്തി. സ്നോ വൈറ്റിനെ അവരൊരു ഗ്ലാസ് പേടകത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അതുമാത്രമല്ല, അവരിൽ 6 പേർ മാത്രമേ പണിക്ക് പോകുകയുള്ളൂ. അതിലൊരാൾ എല്ലാ സമയവും സ്നോ വൈറ്റിൻ്റെ ഗ്ലാസ് പേടകവും സൂക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നു. അങ്ങനെ ഒരു ദിവസം യാദൃച്ഛികമായിട്ട് ഒരു രാജകുമാരൻ അവിടെ എത്തിച്ചേർന്നു. അയാൾ കണ്ടത് അതിസുന്ദരിയായ ഒരു യുവതി മരിച്ചു കിടക്കുന്നതാണ്. അയാൾ അതിൻ്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് ആ 7 കുള്ളന്മാരുടെ അനുവാദത്തോടുകൂടി ആ ശവശരീരം തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അനുയായികളെ എല്ലാം വിളിച്ച് ആ ശവശരീരവുമായി അവർ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് ശവശരീരം വെച്ചിരുന്ന ആ ഗ്ലാസിൻ്റെ പേടകം കുലുങ്ങി. അപ്പം എന്ത് സംഭവിച്ചെന്നറിയോ? സ്നോ വൈറ്റിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന ആപ്പിൾ കഷ്ണങ്ങൾ പുറത്തേക്ക് പോയി. അങ്ങനെ സ്നോ വൈറ്റ് കണ്ണു തുറന്നു. രാജകുമാരന് സ്നോ വൈറ്റിനോട് വളരെയധികം സ്നേഹം തോന്നി. രാജകുമാരൻ വിചാരിച്ചു, എന്തായാലും സ്നോ വൈറ്റിനെ കല്യാണം കഴിക്കുക തന്നെ. അങ്ങനെ സ്നോ വൈറ്റിനെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള കല്യാണക്കുറി എല്ലാവർക്കും രാജകുമാരൻ അയച്ചു. ഈ കല്യാണക്കുറി ആർക്ക് കിട്ടി? നമ്മുടെ ദുഷ്ടയായ രാജ്ഞിക്കും കിട്ടി. പോലെ രാജ്ഞി തൻ്റെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കണ്ണാടിയോട് ചോദ്യം ചോദിച്ചു, ആരാണ് ഏറ്റവും സുന്ദരി? കണ്ണാടി പറഞ്ഞു, നിങ്ങളെയാണ്, പക്ഷേ രാജകുമാരിയാണ് കൂടുതൽ സുന്ദരി. അടുത്ത ദിവസം നമ്മുടെ ക്രൂരയായ രാജ്ഞി കല്യാണത്തിന് ചെന്നു. അപ്പോഴാണ് ആ രാജ്ഞി മനസ്സിലാക്കിയത് രാജകുമാരി എന്ന് പറയുന്നത് സ്നോ വൈറ്റ് ആണെന്ന്. അങ്ങനെ ക്രൂരയായ രാജ്ഞി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ രാജകുമാരനും സ്നോ വൈറ്റും വളരെ കാലം സന്തോഷത്തോടുകൂടി ജീവിച്ചു. എങ്ങനെയുണ്ട് കുട്ടികളെ കഥ? ഇഷ്ടപ്പെട്ടോ?